ഐശ്വര്യമായി മുട്ട പൊട്ടിച്ചോണ്ട് ഇന്ന് പരിപാടി തുടങ്ങാം. വേറെ എന്തില്ലേലും എന്ന് അവിടെ കാണുന്ന ഏതൊരു സാധനമാണ് മുട്ട. കാര്യം ചേച്ചിക്ക് എന്നും മുട്ട വേണം കഴിക്കാൻ. അതുകൊണ്ട് മുട്ടയിലുള്ള പരീക്ഷണങ്ങളൊന്നും ഞാൻ അടുത്തൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ സാധാരണ മുട്ട വെച്ചുണ്ടാക്കുന്ന എരിയുള്ള സാധനങ്ങൾ മാത്രമേ ചേട്ടൻ കഴിക്കൂ. എന്നാൽ ഞാൻ മുട്ട വെച്ച് എരിയും മധുരമുള്ള എല്ലാം ഞാൻ കഴിക്കും. നമുക്ക് അങ്ങനൊന്നും ഇല്ല, മുട്ടയായിരുന്നാ മതി. അതുകൊണ്ട് തന്നെ ഞാൻ മുട്ടയിൽ പഞ്ചസാര വെച്ചെന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തിയാൽ അത് ഞാൻ തനിയെ കഴിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പൊങ്ങിക്കിടക്കുന്ന ദ്വീപ് അഥവാ ഫ്ലോട്ടിംഗ് ഐലൻഡ്. ഈ പേരും ഉണ്ടാക്കുന്ന സാധനവും ഞാൻ കണ്ടുപിടിച്ചതല്ല. ഞാൻ ഈ ഓരോ റെസിപ്പികൾ എവിടുന്നാ പൊക്കിക്കൊണ്ടുവരുന്നത് ചോദിക്കാറില്ലേ. ഒന്നും ഞാൻ സ്വയമേ കണ്ടുപിടിക്കുന്നതല്ല, അത്രയൊന്നും കഴിവെനിക്കില്ലതാനും എല്ലാവിടെയും കാണുന്നതാണ്. കണ്ടിഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞാനിത് പരീക്ഷിക്കുന്നു. എന്റെ പരീക്ഷണം നിങ്ങളെയും കാണിക്കുന്നു. അത്ര തന്നെ. ഇവിടെ ഇപ്പൊ ഞാൻ 2 മുട്ട എടുത്ത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി പിന്നെ കുറച്ച് പാല് തിളപ്പിച്ച് പഞ്ചസാര ഇട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ഇട്ട് പാല് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. ചൂട് മാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കാം. ഈ വെള്ളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് പതപ്പിച്ച് അങ്ങോട്ട് എടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ആണ് നല്ലത്. ഇത് മനുഷ്യന്റെ കൈയൊരു പരിവായി. അതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര, വനില എസൻസ്, കുറച്ച് നാരങ്ങ നീര്, ബേക്കിംഗ് സോഡ ഇത്രയും മിക്സ് ചെയ്ത് നന്നായിട്ട് നെയ്യൊക്കെ തടവിയ ഒരു പാത്രത്തിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുത്ത് അതും റെഡി. ഇനി ഇതും തതും കൂടി ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട ഫ്ലോട്ടിംഗ് ഐലൻഡ്. എന്റെ അത്രയും കൂടെ ഫ്ലോട്ട് ഇല്ലായിരുന്നെങ്കിലും ടേസ്റ്റ് ഗംഭീരമായിരുന്നു.